മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മലയാളത്തിൽ പറഞ്ഞാൽ ഉസാഖ, ഉത്തമ സാധാരണ ഘടകം. LCM നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ലസാഗു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് HCF. അതാണ് ഇന്ന് പരിചയപ്പെടുന്നത്. HCF വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോഴ് 12, 15, 21 ഇതിന്റെ HCF, അതായത് ഊസാഖ എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ 3 നമ്പറുകളാ 12, 15, 21 എടുത്തതിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, എത്ര വരിക? 3. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, എത്ര? 6 വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ചെറിയ ഡിഫറൻസിനെ എടുക്കുക. ചെറിയ ഡിഫറൻസ് ഏതാ വരിക? 3. ഈ 3നെ കൊണ്ട് 3 12 ഡിവിസിബിൾ ആണെന്ന് നോക്കിയാൽ 12/3 കറക്റ്റ് അല്ലേ? 4 കിട്ടുമല്ലോ. 15ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ 21നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ കിട്ടിയ ഏറ്റവും ചെറിയ ഡിഫറൻസിനാണ്. നോക്കൂ കുട്ടികളെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 3 ആണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. എന്നാൽ ഈ 12ഉം 21ഉം തമ്മിലുള്ള ഡിഫറൻസോ അത് അതിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പൊ ഈ ഡിഫറൻസ്, നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിൽ ഏറ്റവും ചെറിയ ഡിഫറൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, HCF ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 3നെ നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ ആ 3 എല്ലാ നമ്പറുകളിലും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ HCF എത്ര തന്നെ ആയിരിക്കും? ഇവിടെ 3 തന്നെ ആയിരിക്കും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും, 3 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ, ഇനി വേറൊരു നമ്പർ നോക്കാം. അപ്പൊ ഇതിന്റെ HCF 3 ആയിരിക്കും വരിക. ഇപ്പൊ 24, 36, 18. ഇപ്പൊ 24, 36, 18 എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഓർഡറിൽ എഴുതിയാൽ 18, 24, 36 എന്ന് കിട്ടും. അപ്പൊ 18, 24 തമ്മിലുള്ള ഡിഫറൻസ് എത്ര നമുക്ക് കിട്ടും? 6. 24ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 12 കിട്ടും. അപ്പൊ ഇനി എന്താണ് നോക്കേണ്ടത്? ഏറ്റവും ചെറിയ ഡിഫറൻസ് 6 ആണ്. അപ്പൊ 6നെ നമ്മൾ 18 കൊണ്ട് നമുക്ക് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ HCF നമുക്ക് കിട്ടും 6 തന്നെ. എന്നാല് ഞാൻ വേറൊരു ചോദ്യം പറയാം. നോക്ക്, 9, 24, 36 ആണെന്ന് വിചാരിച്ചോ. 9, 24, 36 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ? 12 കിട്ടും. അപ്പൊ ചെറിയ ഡിഫറൻസ് ഏതാണ്? 12 ആണ് അല്ലെ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 12 ആണ് കിട്ടുക. ഈ 12നെ ചെറുതിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ 12 അതിന്റെ HCF അല്ല. അപ്പൊ 12 അല്ലെങ്കിൽ 12ന്റെ താഴെയുള്ള ഫാക്ടർ എത്ര വരിക? 6. 12ന്റെ ഫാക്ടർ, അത് ചെറുതായിട്ടുള്ള ഫാക്ടറിനെ എടുക്കുക, 6. 6ന് ഈ 9ന് 6 കൊണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? 6ന്റെയും അടുത്ത ഫാക്ടർ എടുക്കുക. എത്ര വരും അത്? 3. 9ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയും. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയും. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയും. അപ്പൊ ഇതിന്റെ HCF വരിക എത്രയായിരിക്കും? 3 ആയിരിക്കും വരിക. അപ്പൊ എന്താണ് HCF? 2ഓ അതിലധികമോ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഇതിപ്പോ 3 നമ്പറിന്റെയാ പറഞ്ഞത്, ഇതാണ് ഏറ്റവും വലിയ നമ്പറുകൾ 3 എണ്ണം. ഇനി 2 എണ്ണം ആയി കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഡിഫറൻസിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 12, 21 എന്ന് വിചാരിച്ചോ. 12, 21 ആണെങ്കിൽ 21 12 സബ്ട്രാക്ട് ചെയ്യാം, നമുക്ക് 9 കിട്ടും. അപ്പൊ ഈ 12നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 9ന്റെ ഫാക്ടേഴ്സ് ആരാണ്? 3 ആണ്. 3നെ 12 കൊണ്ടാവും, 12നെ 3 കൊണ്ടും ആവും, 12നെ 21നെ 3 കൊണ്ടും ആവും. അപ്പൊ അതിന്റെ HCF എത്ര വരിക? 3 ആണ് വരിക. ഓക്കെ, അപ്പൊ HCFന്റെ ഐഡിയ മനസ്സിലായല്ലോ. ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഡിഫറൻസ് എല്ലാത്തിന്റെയും ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെ. അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസിനെ വീണ്ടും ഫാക്ടർ ആക്കിയിട്ട് ചുരുക്കി കൊണ്ടുവരിക. ഇതായിരിക്കും ഏറ്റവും എളുപ്പ വഴി HCF കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കുന്നതാ. നോക്കി, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് 3 നമ്പറുകൾ തമ്മിലുള്ള HCF ആണ്. എന്നാല് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കിക്കോളൂ. ദാ 2 water tank contain, അല്ലേ? 2 water tanks contains എങ്ങനെയാ
250 ലിറ്റർ ആൻഡ് 400 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. 250 400 ലിറ്റർ വെള്ളമുള്ള 2 ടാങ്ക് ഉണ്ട്. അതാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ വരക്കുകയാണ്. ഇത് 250 ആണ്. പിന്നെ മറ്റേതുള്ളത് കുറച്ചുകൂടെ വലുതാണ്. അതിൻ്റെ എത്രയുള്ളത് 400 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? വാട്ട് വിൽ ബി ദി മാക്സിമം കപ്പാസിറ്റി ഓഫ്, ശ്രദ്ധിക്കുക, ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാട്ട് വിൽ ബി ദി maximum capacity of bucket that can exactly measure the water in 2 tanks. ഇതിൽ എത്ര വെള്ളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് അളന്നെടുക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ബക്കറ്റിന്റെ അളവ് എത്രയായിരിക്കും? ഇതിൽ ഇത്ര വെള്ളം ഉണ്ടെന്ന് ഇപ്പൊ ചോദ്യത്തിന് ആദ്യം 250 400 എന്ന് പറഞ്ഞു. അങ്ങനെ പറയാതെ 2 പാത്രത്തിൽ ഫുൾ വെള്ളം തരികയാണ്. എന്നിട്ട് അതിന് നിങ്ങളോട് പറയാണ് ഇതിൽ ഇത്ര വെള്ളം ഉണ്ടെന്ന് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയത് എത്രയാണെന്ന്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇതിലിപ്പോ 250 ഉണ്ട്, ഇതിൽ എത്രയുണ്ട്? 400 ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ 100ന്റെ ബക്കറ്റ് എടുത്തു വിചാരിച്ചോ. 100ന്റെ ബക്കറ്റ് നമുക്ക് കിട്ടിയെങ്കിൽ 100ന്റെ ബക്കറ്റ് വെച്ചിട്ട് ഇതിന് അളക്കാൻ പറ്റും 4 എണ്ണം കറക്റ്റ്. അപ്പൊ നമുക്ക് കൃത്യമായി ഇത് 4 തവണ അളന്ന് മാറ്റുമ്പോൾ ഇത് 400 കറക്റ്റ് വരും, 400 വരും. കറക്റ്റ് അല്ലേ? 400 ആയിട്ട് വരും. എന്നാൽ ആ 100 വെച്ചിട്ട് ഇതിന് അളക്കാൻ പറ്റുമോ? 100 വെച്ചിട്ട് ഇത് അളന്നാല് 2 പ്രാവശ്യം 100 വെച്ച് അളക്കുമ്പോൾ ബാക്കി ബാലൻസ് അതിൽ വരും. അപ്പൊ നമുക്കത് അറിയില്ല. അപ്പോൾ 100 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ എത്രയുള്ളത് കറക്റ്റ് ആയിട്ട് എത്രയുടെ ബക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് മാത്തമാറ്റിക്സിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനക്കണക്കായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. മാത്തമാറ്റിക്സ് പ്രകാരം ചോദിക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 2 നമ്പറുകളുടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിന്റെ HCF? HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഊസാഖ ആരുടേത്? 250ന്റെയും 400ന്റെയും. പരിചയമുള്ള നമ്പർ ആയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേരും. നമ്മൾ പറഞ്ഞ രീതി എന്താ? ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 2 നമ്പറിലേ ഉള്ളൂ. 150 150 ഇതാ 250 150 പോവോ? ഇല്ല. 400 പോവോ? ഇല്ല. അപ്പം 150ന്റെ ഫാക്ടറുകൾ ഏതെല്ലാം വരും? നമുക്ക് 150ന്റെ ഫാക്ടർ നമുക്ക് വരുന്നത് 50. 50 × 3 150 അല്ലേ? 50 × 3. അപ്പം 150ന്റെ ഫാക്ടർ ആണ് 50. ഈ 50 250 50 പോവുമല്ലോ. കറക്റ്റ് 5. 450 പോവുമല്ലോ. പോവില്ലേ? 8 തവണ പോകും. അപ്പോൾ HCF എത്ര വരില്ലേ? 50. അപ്പൊ ബക്കറ്റിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം? എത്രയുടെ ബക്കറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്? 50 ലിറ്ററിന്റെ ബക്കറ്റ് ഉപയോഗിക്കുക. ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാക്സിമം കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് അവിടെ HCF ആണ്. ഐഡിയ പിടികിട്ടിയല്ലോ? ഓക്കെ, ശരി. തേർഡ് ക്വസ്റ്റ്യൻ. 3 ribbons of length 12, 6, 24 centimeter are to be cut into certain pieces of equal length. What will be the largest length of each ribbon? ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, മലയാളത്തിൽ പറയാം. 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ നീളമുള്ള 3 റിബണുകൾ ഉണ്ട്. അതിന് ഈക്വൽ ഒരേ നീളത്തിൽ കട്ട് ചെയ്യുന്നു, മുറിച്ചെടുക്കുന്നു എങ്കില് വാട്ട് വിൽ ബി ദി ലാർജസ്റ്റ്, അങ്ങനെ മുറിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം ലെങ്ത് എത്രയായിരിക്കും? ഏറ്റവും വലിയ നീളം എത്രയായിരിക്കും? ഉദാഹരണം പറഞ്ഞാല് 12, 16, 24 സെന്റിമീറ്റർ, നമുക്ക് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എടുത്തൂടെ? അങ്ങനെയുള്ള റിബൺ എടുക്കാലോ. അപ്പൊ പിന്നെ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എടുത്തൂടെ? അപ്പൊ അങ്ങനെ എടുക്കുന്നതിൽ മാക്സിമം എത്ര വരും? എല്ലാവരും ഒരേപോലെ മുറിച്ചെടുക്കാനും പറ്റണം, ബാലൻസ് വരാൻ പാടില്ല. ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? HCF എടുക്കുന്നത്. ലാർജസ്റ്റ് ലെങ്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് മാക്സിമം ലെങ്ത്. കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കട്ടോ. ഒന്നിക്കൽ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ പറയും. അപ്പൊ എന്താ ചെയ്യാ? ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ 12, 16, 24. ഡിഫറൻസ് നോക്കിയാൽ എത്ര വരും? 4. ഡിഫറൻസ് എത്ര വരും? 8. കറക്റ്റ് അല്ലേ? ഇവിടെ 4 വരും, ഇവിടെ 8 വരും. ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, HCF എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസിലത്തെ ഏറ്റവും ചെറിയ നമ്പറാണ്, വലിയ നമ്പർ അല്ല കേട്ടോ, ചെറിയ നമ്പർ. ഈ നമ്പർ ഇതിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഇതിനെ കൊണ്ടും ആവണം, ഇതിനെ കൊണ്ടും ആവണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ആൻസർ എത്ര വരില്ലേ? അപ്പൊ റിബണിന്റെ ലെങ്ത് എത്ര വരും? ലെങ്ത് ഓഫ് റിബൺ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് ഓഫ് റിബൺ നമ്മൾക്ക് കിട്ടി. മാക്സിമം ലെങ്ത് ഓഫ് റിബൺ
4. 8 പറ്റുമോ? ഇല്ല. കാരണം എന്താ? 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16 ഡിവൈഡ് ബൈ 8 ഓക്കെ, നോ പ്രോബ്ലം. 12 ഡിവൈഡ് ബൈ 8 നടക്കുമോ? ഇല്ല. അതുകൊണ്ട് 8 ആവില്ല. 4 എല്ലാത്തിലുമായി. അപ്പൊ HCF എത്ര കിട്ടും? 4. അതായിരിക്കും അതിന്റെ മാക്സിമം ലെങ്ത് ഓഫ് റിബൺ. ഓക്കെ, ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. LCM of two numbers is 100 and their HCF is 5. What is the product of two numbers? മലയാളത്തിൽ പറഞ്ഞാല് രണ്ട് സംഖ്യകളുടെ LCM 100 ആകുന്നു. അവയുടെ ഊസാഖ 5 ആയാൽ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. പ്രൊഡക്റ്റ് മീൻസ് ഗുണനഫലം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുണനഫലം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെയാണ് പ്രൊഡക്റ്റ് പറയുക. ഗുണനഫലം, അവയുടെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം വെച്ചാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്ക്, ഇതാ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ 12 ഉണ്ട്, 6 ഉണ്ട്. 12 6. അപ്പൊ 12 6 ആകുമ്പോൾ ഇതിന്റെ LCM എത്ര വരില്ലേ? രണ്ട് നമ്പറും പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ ആണല്ലോ. ഏറ്റവും വലിയ നമ്പർ നോക്കുക 12. 12ൽ 12 പോവും, 12ൽ 6 പോവും. അപ്പൊ LCM നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇതിന്റെ HCF എത്രയായിരിക്കും? ഇവയുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 12ന്റെ 6ന്റെ വ്യത്യാസം എത്ര? ഡിഫറൻസ് 6 ആണ്. 6ൽ 6 ശരിയാവും, 12ൽ 6 ശരിയാവും. അപ്പൊ HCF നമുക്ക് എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കോ, ഇത് രണ്ട് നമ്പറുകളായിരുന്നു. ഇത് അവയുടെ LC ആയിരുന്നു, ഇത് അവരുടെ HCF ആയിരുന്നു. ഈ 12ഉം 6ഉം ഗുണിച്ച് കിട്ടുന്ന അതേ തന്നെയാണ് ഈ LCMഉം HCFഉം ഗുണിച്ചാലും കിട്ടുന്നത്. രണ്ടും ഒരേ റിസൾട്ട് ആയിരിക്കും. അതായത് അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ കണക്ക് ചെയ്യുമ്പോൾ, നാലാമത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ ഗുണിച്ച് കിട്ടുന്നത് തന്നെയായിരിക്കും അവയുടെ LCMഉം അവയുടെ HCFഉം ഗുണിച്ചാൽ കിട്ടുക. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് സംഖ്യ, മലയാളത്തിൽ പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും അവയുടെ LCMഉം HCFഉം ഗുണിച്ചാൽ കിട്ടുക. അപ്പൊ LCM എത്രയായിരുന്നു ഇവിടെ ഉണ്ടായത്? 100 ആയിരുന്നു. HCF എത്രയായിരുന്നു? 5 ആയിരുന്നു. അപ്പൊ 100 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും. അപ്പൊ നമ്പേഴ്സ് 500 ആയിരുന്നു. അതായത് രണ്ട് നമ്പർ ഗുണിച്ച് കിട്ടുന്ന വില 500. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? LCMഉം HCMഉം നമ്പറുകളുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാല്, അതായത് അവ തമ്മിൽ ഗുണിച്ചാല് നമുക്ക് രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാവൂലേ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോ 4 എടുക്കാം, 14 10 എടുക്കുക. 4 10 എന്ന് എടുക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നോക്കുക, നിങ്ങൾ ഇതിന്റെ LCM നോക്കുക. LCM നമുക്ക് എത്ര കിട്ടും? LCM എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പറിനെ നോക്കേണ്ട LCM 10 ശരിയാവില്ലല്ലോ, 4 പോകില്ല. അപ്പൊ 10ന്റെ ഡബിൾ എടുക്കുക. അത് എത്ര കിട്ടും? നമുക്ക് 20 കിട്ടും. HCF എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? HCF പറഞ്ഞാൽ ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്ര പേരില്? 6. ഡിഫറൻസ് 6 ആണ്. അപ്പൊ 6ന് 4 ആവില്ലല്ലോ. അപ്പൊ 6ന്റെ ഫാക്ടർ 3ഉം 2ഉം ആണ്. 6ന്റെ ഫാക്ടർ 3 ഉണ്ട്, 2 ഉണ്ട്. 3ൽ 4 പോവില്ലല്ലോ, ഇല്ല. അപ്പൊ 2 ആണ് വരിക. അപ്പൊ 2 4 2 കൊണ്ടാവാം, 10ന് 2 കൊണ്ടാവാം. അപ്പൊ HCF എത്ര കിട്ടും? 2 കിട്ടും. ഇവിടെ നോക്ക് നിങ്ങൾ, LCMഉം HCFഉം മൾട്ടിപ്ലൈ നോക്കിയാൽ 20 × 2 40, 40 കറക്റ്റ് അല്ലേ? നോക്ക്, നമ്പറുകൾ മൾട്ടിപ്ലൈ നോക്ക്, 4 × 10 40. ഈ ഐഡിയ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മൾക്ക് നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അതും ഇതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പല പരീക്ഷകൾക്കും വന്ന ക്വസ്റ്റ്യൻസ് ആണെന്നും കൂടെ ഓർമ്മിച്ചിട്ട് വേണം പഠിക്കാൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല എക്സാമിനേഷനും വന്നതാണ് കേട്ടോ. LCM ഓഫ് ടു നമ്പേഴ്സ് 12. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? LCM ഈക്വൽ ടു 12. HCF ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാം? 6. അപ്പൊ LCM HCF മൾട്ടിപ്ലൈ ചെയ്താല്
ആ നമ്പറുകളുടെ പ്രൊഡക്റ്റ് കിട്ടും. ഏതോ രണ്ട് നമ്പറുകളുടെ LCM ആണ് 12. ഏതോ രണ്ട് നമ്പറുകളുടെ LCM ആണ് 12. ഏതോ രണ്ട് നമ്പറുകളുടെ HCF ആണ് 6. അപ്പൊ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പറിന്റെ പ്രൊഡക്റ്റ് കിട്ടും. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോക്ക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതാം. നമ്പർ ഇൻറ്റു മറ്റേ നമ്പർ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു അല്ലെ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? LCM ഇൻറ്റു HCF ആണ്. ഇപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയതാണ്. അതില് 1 നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 8. അപ്പൊ ഫസ്റ്റ് നമ്പർ ഞാൻ എഴുതാം 8. സെക്കൻഡ് നമ്പർ നമുക്ക് അറിയില്ലല്ലോ, സെക്കൻഡ് നമ്പർ നമുക്കറിയില്ല. ഈക്വൽ ടു LCM എത്രയാണ്? 12, HCF 6. അപ്പൊ 12 ഇൻറ്റു 6 നോക്കിക്കോളൂ. അപ്പൊ 12 6 നമുക്ക് കിട്ടും 72 കിട്ടും. അപ്പൊ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 8 ഇൻറ്റു നമ്പറാണ്, 8 ഇൻറ്റു നമ്പറാണ് 72. അപ്പൊ നമ്പർ എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ 8. അറിയാലോ, ഇൻറ്റു എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ഡിവിഷൻ ആയിട്ട് വരും. 72/8 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഒരു നമ്പർ 8 ആണെങ്കിൽ മറ്റേ നമ്പർ എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇത് സ്റ്റെപ്പ് വെച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടി എഴുതിയത് മാത്രമേ ഉള്ളൂ. ഈ പ്രോബ്ലം വരുമ്പോൾ മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? LCM-ഉം HCF-ഉം തന്നിട്ടുണ്ട്, അത് രണ്ടും പ്രൊഡക്റ്റ് എടുക്കുന്നത് 72. ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് 8. അപ്പൊ 8നെ മറ്റേ നമ്പറോട് ഗുണിച്ചാൽ 72 72 കിട്ടണം. അപ്പൊ 8നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 72 കിട്ടുക? 9 9 വരിക. അപ്പൊ അങ്ങനെ മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോ ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് HCF എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. 2 നമ്പർ തന്നാലും 3 നമ്പറുകൾ തന്നാലും അവയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഡിഫറൻസ്, ചെറിയ ഡിഫറൻസ് എല്ലാത്തിൻ്റെയും ഫാക്ടർ ആണെങ്കിൽ, ഘടകമാണെങ്കിൽ അത് HCF ആയിരിക്കും. അല്ലെങ്കിലോ ഈ ചെറിയ വ്യത്യാസം ഡിഫറൻസിന്റെ വീണ്ടും ഫാക്ടറൈസ് ചെയ്തിട്ട് അത് മറ്റേതിന്റെ ഫാക്ടറാണ്, നമ്പേഴ്സിന്റെ ഫാക്ടറാണെന്ന് നോക്കണം. അതാണ് ഒരു കാര്യം. അതിന്റെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു വെസലുമായിട്ട് ബന്ധപ്പെട്ട, പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. മാക്സിമം സൈസ് എന്ന് ചോദിച്ച് പറയുകയാണെങ്കിൽ അവിടെ HCF ആണ് കാണേണ്ടി വരിക. ഓക്കെ, തന്നിരിക്കുന്ന അളവുകളുടെ HCF. ഐഡിയ മനസ്സിലായല്ലോ? ഈ ടോപ്പിക്ക്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.